മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ, ഒരു തകർപ്പൻ ക്യാമറ. നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് വ്ളോഗിങ് ചെയ്യാം. അതിന് പുറമെ നമുക്ക് ഈ ക്യാമറ കൊണ്ട് മറ്റുള്ളൊരു ഉപയോഗം എന്നാൽ സാധാരണ ക്യാമറ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. IP ക്യാമറ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഓഫീസിലും അതുപോലത്തെ വീട്ടിലൊക്കെ പ്രൈവസിന്റെ ആവശ്യത്തിന് വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് IP ക്യാമറ. സെക്യൂരിറ്റി ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം. അത് അങ്ങനത്തെ ഒരു ക്യാമറ 1080p നമുക്കിത് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൽ നമുക്ക് ഇത് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലിയർ HD ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. ഇതിന്റെ പ്രൈസ് എന്താണ്? 150 ദിറംസ് ആണ് ഇപ്പോൾ UAE പ്രൈസ് വരുന്നത്. ആമസോണിലും ഇവിടുത്തെ ലോക്കൽ സൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അതായത് ഓൺലൈനിൽ അങ്ങനെ കൂടുതൽ ലഭിക്കുന്നില്ല. ദീനത്തിൽ സഹറ എന്ന ഒരു കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മൊബൈൽ ഷോപ്പ് എനിക്ക് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം തന്നാണ്. റിവ്യൂ ചെയ്തതിന് ശേഷം ഞാൻ ഇത് അവർക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതൊരു വ്ളോഗിംഗ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഈ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കുമ്പോൾ കാണാൻ സാധിക്കണം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ. ആൻഡ്രോയിഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്ന ബോക്സിൽ വരുന്ന കംപ്ലീറ്റ് ഉള്ള ടൂൾസാണ് ഇത് വരുന്നത്. ഒരു കവറിൻ്റെ ഉള്ളിൽ പിന്നെ USB ചാർജർ, അതിൻ്റെ ചാർജിങ് പോർട്ടാണ് വരുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്ന രീതി കുറച്ച് നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്റ്റിക്കറാണ്, ക്യാമറൻ്റെ സ്റ്റിക്കറാണ്. അതെല്ലാം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇത് ഊരണമെങ്കിൽ ഇതിനൊരു ടിപ്സ് ഉണ്ട്. ഇതാണ് ഈ സ്ക്രൂ കാണുന്നുണ്ടല്ലോ, ഇത് ലൂസാക്കി കൊടുത്തതിന് ശേഷം അത് അവിടെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ ക്യാമറ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞു ക്യാമറ. നല്ല ക്വാളിറ്റിയിലാണ് ഇത് പാക്കിങ്. നല്ല ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ USB ചാർജിങ് ഉണ്ട്. അതുമാതിരി മൈക്രോ കാർഡ്, SD കാർഡ് ഇടാനുള്ളൊരു പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റി നോക്കാം. ഗൈഡും നോക്കാം. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇതിൽ ലെൻസ്, മൈക്രോഫോണ്, ബാറ്ററി, ലാമ്പ്, ഷട്ടർ ബട്ടൺ, LED ഇൻഡിക്കേറ്റർ, പവർ മോഡ് ബട്ടൺ, അങ്ങനെ ഓപ്ഷൻ അത് വരുന്നത്. അതിൻ്റെ ചാർജിങ് കേബിളാണ്. നമുക്കൊന്ന് ഊരി നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചത്. നല്ല കേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയിലാണ് സാധനം വരുന്നത്. നമ്മളുടെ ഷർട്ടിലൊക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ട് നടന്നുകൊണ്ടും ഒക്കെ നമുക്ക് വ്ളോഗിങ് ചെയ്യാനൊക്കെ ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഉപകാരപ്പെടും. ക്യാമറ നമുക്കൊന്ന് ഓണാക്കി നോക്കാൻ. മെമ്മറി കാർഡ് എത്ര GB ആണ്? മാക്സിമം 32 GB പോകുന്നതാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ ട്രൈപോഡൊന്നും വരുന്നില്ല. ട്രൈപോഡ് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചാർജ് നമ്മളോട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോഗ്രാമൊക്കെ നമുക്ക് വേഗം കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇനി മെമ്മറി കാർഡ്, ഇതിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ അതിൽ 16 GB ഒരു നല്ല ക്വാളിറ്റി തന്നെ സാൻഡിസ്കിൻ്റെ അൾട്രാ നല്ല ക്വാളിറ്റി തന്നെ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെമ്മറി കാർഡ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ കാണുന്ന റബ്ബറിൻ്റെ ഈ ടോപ്പ് നമ്മൾ അൺഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു പൊസിഷൻ നമ്മൾ നോക്കിയിട്ട് മെമ്മറി കാർഡ് അതിലേക്ക് നമ്മൾ പുഷ് ചെയ്താൽ മതി. ഇപ്പോൾ മെമ്മറി നമ്മളിട്ട് ഇത് നമ്മൾ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് USB ചാർജിങ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു ആവശ്യത്തിനുള്ള ചാർജ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്യാമറയുടെ വീഡിയോസ് ഒരു ഔട്ട്ഡോറിൽ ആണ് ഇപ്പോൾ എടുക്കാൻ വന്നിട്ടുള്ളത്. ഔട്ട്പുട്ട് എത്രത്തോളം ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളത്. റൂമിൽ നിന്നും അൺബോക്സിങ് ചെയ്യുമ്പോൾ ക്യാമറയുടെ ക്ലിയർ എത്രത്തോളം ഉള്ളതെന്ന് വ്യക്തമാക്കി തരാനും നമുക്ക് സാധിക്കില്ല. മൈക്രോഫോൺ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം, വീഡിയോ സ്റ്റെബിലിറ്റി എത്രത്തോളം പെർഫോമൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയൊരു ട്രൈപ്പോഡിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ കൂടെ ട്രൈപ്പോഡോ ഗിംബിൾ ഫെസിലിറ്റിയോ ഒന്നും ഇതിന് കൂടെ വരുന്നില്ല. സാധാരണ ക്യാമറ ഒരു അൺബോക്സിങ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ എടുത്തു പറയണം. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ മെയിനായിട്ട് പോരായ്മ ഇതിൽ ഡിസ്പ്ലേ ഇല്ലാത്തൊരു പോരായ്മയാണ്. ആക്ഷൻ ക്യാമറയിലും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ റെക്കോർഡിംഗ് ആണോ ഫോട്ടോ മോഡാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, പവർ ബട്ടണിന് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റെഡ് ലൈറ്റ് വരും. അതിനുശേഷം യെല്ലോ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് റെക്കോർഡിംഗ് മോഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം മൊബൈലിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണം ചെയ്തത്. എങ്കിലും ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷൻ നല്ല ക്ലാരിറ്റിയാണ്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ആക്ഷൻ ക്യാമറയിലും ഗിംബൽ ഉൾപ്പെടെയാണ് വരുന്നത്. ഗിംബൽ മീൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി, വീഡിയോയുടെ ഷെയ്ക്കിങ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഗിംബൽ വരുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ക്യാമറയാണിത്, DJIയുടെ ഓസ്മോ പോക്കറ്റ്. അതിനൊക്കെ നല്ല എത്ര റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ആ സ്റ്റെബിലിറ്റി ആ ഒരു ഗിംബൽ കൺട്രോൾ ചെയ്യും. പക്ഷേ ഇതിന് ആ ഒരു ഓപ്ഷൻ വരുന്നില്ല, അതൊരു പോരായ്മ. പക്ഷേ അതിന് 150 ദിറംസ് ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ക്യാമറ ഈ ഒരു പ്രൈസിന് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെയെന്ന് പറയാം. ബാക്കിയുള്ള പ്രോബ്ലംസ് LCD ഡിസ്പ്ലേ ഇല്ല, അതൊക്കെ ഒഴികെ ഒരു നല്ല ക്യാമറ എന്ന് പറയാം. തൊട്ട ബാക്കിൽ എൻ്റെ ഈ ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്തിരിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡിങ് ഇതിലാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ബാക്ക് സൈഡിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ പകർത്തിയ കുറച്ച് വീഡിയോസ് കാണാം. അപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഫോട്ടോസും വീഡിയോസും വോയിസ് റെക്കോർഡിങ്ങും എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പക്ഷേ എത്ര മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. എങ്കിലും ഈ പ്രൈസിനുള്ളൊരു സാധനം ഉണ്ട്. ഒരു കുഞ്ഞു ക്യാമറയാണ്, എവിടെ നമ്മൾ പോക്കറ്റിലും എവിടെയും കൊണ്ട് നടക്കാം. പിന്നെ ഇത് ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി, അതിൻ്റെ ആ ഒരു കണക്റ്റിങ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ പിന്നെ ട്രൈപ്പോഡിലാണ് ചെയ്യണത്. അത് ബാഗിലും അതുമാതിരി നമ്മളോട് ഷർട്ടിൻ്റെ ഒക്കെ ഒരു എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഈ ഒരു ആംഗിളിൽ നമുക്കിങ്ങനെ റെക്കോർഡ് ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിപ്പിംഗ് ചെയ്ത് കണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. അതിൽ നല്ലതൊരു ഇതേപോലത്തെ ഒരു ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ട്രൈപ്പോഡൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്ളോഗിങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പരിചയപ്പെടുത്താനും സാധിക്കും. ഈ ക്യാമറയുടെ എല്ലാ ഉപയോഗങ്ങളും പറഞ്ഞു. ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മൈക്രോഫോണാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതൊരു എടുത്തു പറയേണ്ട വേറൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ കുറവുകൾ വരുന്നത് ഡിസ്പ്ലേ ഇല്ലാത്തതും ഗിംബൽ വരാത്തതുകൊണ്ട് സ്റ്റെബിലിറ്റിൻ്റെ പ്രോബ്ലം വരുന്നതും
ഈ ഒരു കുറവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വോയിസ് റെക്കോർഡ് മൈക്രോഫോണൊക്കെ നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫോട്ടോസ് 8 മെഗാ പിക്സലിൻ്റെ അത് ക്വാളിറ്റി ഏകദേശം വരുന്നുണ്ട്. പിന്നെ 1080p റെസൊല്യൂഷനാണ് ഇത് റെക്കോർഡിംഗ് ഫുട്ടേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ സാധാരണ ഇപ്പോൾ പുതിയ വ്ളോഗ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഓഫീസ് പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈവ് ടൈം ലാപ്സ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റുന്ന ഒരു ക്യാമറ ആയിട്ട് ഈ ക്യാമറ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഞാൻ ഷിഹാബ്. ഓക്കെ, ബൈ.